നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് മുന്നണികൾ. സിപിഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട്. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ PB വിലയിരുത്തും. കേരളത്തിൽ ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രിക്ക് പുറമെ PBയിൽ നിന്ന് A. വിജയരാഘവനും KK ശൈലജയും മത്സരിക്കണോ എന്നതിലും തീരുമാനമുണ്ടാകും. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, വളരെ നിർണായകമായ PB യോഗം ചേരുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരിക്കും. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് A. വിജയരാഘവൻ ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ KK ശൈലജ മത്സരരംഗത്തുണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വരേണ്ടതുണ്ട്. അത്തരം സുപ്രധാനമായ തീരുമാനങ്ങൾ ഇന്നത്തെ PB യോഗത്തെ തുടർന്നുണ്ടാകുമോ? സാധാരണ ഒരു നേതാവ് മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് നിൽക്കുമ്പോൾ അതാത് ഘടകങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ CPM PBയിൽ ആരൊക്കെ മത്സരിക്കണം, PB അംഗങ്ങളായിട്ടുള്ളവർ ആരൊക്കെ മത്സരിക്കണം എന്നുള്ള ഒരു നിർണായക തീരുമാനമാണ് ഇന്ന് ഉണ്ടാവുന്നത്. സാധാരണ ഒരു പ്രായപരിധി CPMൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും CPM PB പിണറായി വിജയന് മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇളവ് നൽകുകയായിരുന്നു. ആ ഇളവ് ഇത്തവണയും തുടരുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായി ആലോചിക്കേണ്ടത്. രണ്ടാമത് മറ്റൊരു PB മെമ്പറായിട്ടുള്ള A. വിജയരാഘവൻ അദ്ദേഹം മത്സരിക്കണോ എന്നുള്ളൊരു കാര്യമാണ്. നേരത്തെ സാധാരണ CPM PBകളിൽ ഇതുവരെ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ 2006-ലായാലും 2001-ലായാലും എല്ലാം 2011, 2016-ലൊക്കെ പല സമയത്തും CPM PBയിൽ നിന്ന് ഒരാൾ മാത്രം മത്സരിച്ചാൽ മതി, അല്ലെങ്കിൽ 2 പേർ മത്സരിക്കട്ടെ, അതായത് VS-ഉം പിണറായിയും ഉണ്ടായിരുന്ന സമയത്താണ് 2 പേർ മത്സരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. അതുമാതിരിയുള്ള ഒരു തീരുമാനം ഈ 2 പേർ തമ്മിൽ 2 പേരും മത്സരിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ A. വിജയരാഘവന് ആദ്യം ഇരിങ്ങാലക്കുട സീറ്റായിരുന്നു പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പൊന്നാനിയിൽ മത്സരിക്കട്ടെ എന്നുള്ള ഒരു ധാരണ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ പോലും ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ CPM PB തന്നെ അതിന് അനുമതി കൊടുക്കേണ്ടി വരും. ആ CPM PBയാണ് ഇന്ന് ചേരുന്നത്. ഇന്ന് 4 മണിക്കൂർ മാത്രമായിരിക്കും CPM PB ചേരുന്നത്. ഇതിനുശേഷം ജനറൽ സെക്രട്ടറി MA ബേബി കൃത്യമായ മറുപടി നടത്തിയുള്ള ഒരു വാർത്താ സമ്മേളനം കൂടി ഉണ്ടാകും. അതായത് MV ഗോവിന്ദൻ അടക്കം മത്സരരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. തന്നെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും ഒരു തീരുമാനം ആകേണ്ടതുണ്ട്. അത്തരം എല്ലാ തീരുമാനങ്ങളും ഇന്നത്തെ PBയിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണോ ധനസുമോദ്? MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ളതിനാൽ അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ആ മത്സരരംഗത്തെ ആ സീറ്റിൽ ആര് മത്സരിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിൽ MV ഗോവിന്ദനും നിർദ്ദേശിക്കാം. പാർട്ടി ജില്ലാ ഘടകം ഇതിനകം തന്നെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ KK ശൈലജയെ തുടർച്ചയായി മത്സരിക്കുന്നതുകൊണ്ട് മാറി നിൽക്കട്ടെ എന്നൊരു തീരുമാനം ജില്ലാ ഘടകത്തിൽ തന്നെയുണ്ട്, കണ്ണൂർ ജില്ലാ ഘടകത്തിൽ തന്നെയുണ്ട്. പക്ഷേ അപ്പോൾ പോലും CPM PB ഇത്തവണ ആലോചിക്കുന്നത് കർശനമായിട്ടുള്ള ഒരു മാനദണ്ഡം പാലിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ്, ഒരു പ്രാഥമിക ധാരണ എത്തിയിരിക്കുന്നത്. കാര്യം നേരത്തെ ആയിരുന്നെങ്കിൽ നേരത്തെ ഈ 2011-ലായാലും 2006-ലുമൊക്കെ തീരുമാനമെടുക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ CPMന് ഒരു ഭരണകൂടമുണ്ട്, ത്രിപുരയിലുണ്ട്, ബംഗാളിലുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ ഭരണമുള്ളത്. അങ്ങനെ ഒരു സംസ്ഥാനത്തിലേക്ക് മാത്രം ഭരണം ഒതുങ്ങിക്കഴിയുമ്പോൾ ഈ ഭരണം നിലനിർത്താൻ വേണ്ടിയുള്ള ഏതൊക്കെ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കണം, ഏതൊക്കെ തരത്തിലുള്ള അടവ് നയങ്ങൾ എടുക്കണം എന്നുള്ളൊരു കാര്യമാണ് ആലോചിക്കേണ്ടത്. അതിനുവേണ്ടി ഇപ്പോൾ സിറ്റിംഗ് MLA-മാർ അത് 2 വട്ടമോ 3 വട്ടമോ എന്നുള്ള ഒരു പരിധിയോ മാനദണ്ഡമോ ഇത്തവണ പാലിക്കേണ്ട എന്നുള്ള ഒരു പ്രാഥമിക ധാരണയുണ്ട്. ഇതിന് അന്തിമമായ ഒരു അനുമതി നൽകേണ്ടത് ഇന്ന് ചേരുന്ന CPM PBയാണ്. MV ഗോവിന്ദൻ മത്സരിക്കില്ല എന്ന് തന്നെയാണ് ഒരു പ്രാഥമിക ധാരണ എത്തിയിരിക്കുന്നത്. അക്കാര്യത്തിലും ഇന്നത്തെ CPM PB തന്നെയായിരിക്കും തീരുമാനമെടുക്കുക.